ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ സരയു ആണെങ്കിൽ പഴയ ജീവിതമൊക്കെ മറന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാണ്. അവിടെ നമ്മുടെ സരയുക്ക് കിരണിനോടോ കല്യാണത്തിനോ യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. അങ്ങനെ സരയുടെ സ്വഭാവം മാറിയിരിക്കുകയാണ്. അങ്ങനെ കിരൺ സരയുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, സരയു നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. നോക്കിയെ, നീ ഇവിടുന്ന് പോയി വന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞതേ ഞാനും കല്യാണി നിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അമ്മ അച്ഛനൊക്കെ നിന്റെ കൂടെയുണ്ട്. നിന്റെ മോളുണ്ടല്ലോ കൺമണി, അവള് മിടുക്കിയായിട്ട് എന്റെ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അമ്മ അവളെ പൊന്നു പോലെയാ നോക്കണത്. പിന്നെ അച്ഛന്റെ കാര്യം പറയുമ്പോൾ കേട്ടോ, അവർക്കാണെങ്കിൽ പിള്ളേരുടെ ജീവനാണ്, നിനക്ക് അറിയാലോ. നിന്റെ മോൾ അവിടെ സുരക്ഷിതമാണ്. നീ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ നീയും ആന്റിയും അമ്മയുടെ അടുത്തേക്ക് പോയാൽ മതി. പിന്നെ അവര് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കും. ഇനിയും പഴയ പോലെ തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാം. പക്ഷെ അവിടെ നിന്നിട്ട് അവിടെ കഴുത്തറക്കുന്ന പരിപാടിയൊന്നും ചെയ്യരുത് എന്ന് കിരൺ പറയുമ്പോ ഷാരി പറയണ്ട, മോനെ ഒരിക്കലും ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല മോനെ. ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം ഇനി നിങ്ങൾക്ക് മാറേണ്ട അവസ്ഥ, നല്ലൊരു അവസ്ഥയാണിത്. എന്നിട്ട് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തമായിരിക്കും മോനെ. അങ്ങനൊന്നും പറയല്ലേ, ഒരിക്കലും ഞങ്ങൾ ആ വഴിക്ക് ആവില്ല. മോൾക്കും നല്ല മാറ്റമുണ്ട്. ഞങ്ങള് എവിടെയെങ്കിലൊക്കെ ഒരു കൂരിക്കടിയിലാണെങ്കിലും സന്തോഷത്തോടെ ഇരുന്നോളാം മോനെ. ഇപ്പൊ സമാധാനം ഉണ്ട്. ഒരാൾക്കും കയും വൈരാഗ്യം ഒന്നും ഇല്ലാതെ മനസ്സിലൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോ തന്നെ എന്തൊരു സ്വസ്ഥതയാണ്, എന്തൊരു സമാധാനമാണെന്ന് പറയണം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. എല്ലാവരും സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാന്ന്. സരിയു, ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോ സരിയു പതിക്കെ തലയാട്ടുന്നുണ്ട്. കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട അവൾക്കെല്ലാം മനസ്സിലായി കിരണേട്ട എന്ന് പറയാണ്. ശരിയെങ്കിൽ ഞങ്ങൾ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് കിരണും കല്യാണിയും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. ആ സമയത്ത് ഷാരി ആണെങ്കിൽ സരിയുവിനോട് പറയണ്ട, കണ്ടില്ലേ സരിയു, അവരുടെ സ്നേഹം കണ്ടില്ലേ, എന്തൊരു സ്നേഹമുള്ളവനാ അവനല്ലേ. കല്യാണി ഒട്ടും മോശമൊന്നല്ല, നല്ല സ്നേഹമുള്ളവളാ. അവൾ വന്നേ പിന്നെയാ അവരുടെ ജീവിതം മാറി മറിഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മനോഹർ വന്നപ്പോഴാ ഇങ്ങനെയൊക്കെ ആയത്. അതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പണത്തിന് വേണ്ടിയിട്ടാണല്ലോ നിന്റെ അച്ഛൻ ഞങ്ങളെ നിന്നെ പഠിപ്പിച്ചത്. ഞാനും ആ രീതിയിലേക്കായി പോയി. ഞാനും ഇങ്ങനൊന്നും അല്ലായിരുന്നു. കല്യാണം രാഹുലേട്ടനെ കണ്ണം കഴിക്കുന്ന മുമ്പ് വരെ എനിക്കും ഏകദേശം ഈ കല്യാണിയുടെ സ്വഭാവമൊക്കെ തന്നെയായിരുന്നു. എന്റെ ആ സ്വഭാവം കണ്ടിട്ടാണ് രൂപ രാഹുലേട്ടനെ കൊണ്ടിട്ട് എന്നെ തന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് നിർബന്ധിച്ചത്. അങ്ങനെയാണ് രാഹുലേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടത്. ഇപ്പൊ രാഹുലേട്ടൻ വിളിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. നിന്റെ അച്ഛൻ ആദ്യം എന്നെ രാഹുലേട്ടാന്നാണ് വിളിച്ചിരുന്നത്. പിന്നെയാണ് രാഹുൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പിന്നെ ബഗാസുരനായി. ഇപ്പൊ എനിക്കാണ് കാണുന്നത് ദേഷ്യമാണ്. മോളെ, നമ്മൾ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ അച്ഛനായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. ചന്ദ്രസേന്റെ രൂപയുടെ നിന്റെ കുഞ്ഞിന്റെ കൂടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം മോളെ എന്ന് പറയാണ്. നിനക്ക് ഇനിയും നല്ല കമ്പനിയിൽ നല്ലൊരു സ്ഥാനം അവൻ തരും. നിനക്ക് നേരം പോക്കിനകത്ത് മതിയല്ലോ. മനോഹറിനെ കുറിച്ച് നീ വിചാരിക്കരുത്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിനക്ക് പല ചിന്തകളും വരും. അതുകൊണ്ട് നേരം പോക്കിന് വേണ്ടി കല്യാണിന്റെ കൂടെ ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കാനോ എന്തെങ്കിലുമൊക്കെ നീ പോകണം എന്നൊക്കെ പറഞ്ഞ് സരുവിനെ എന്നിട്ട് ഉപദേശിക്കാട്ടോ ഷാരി. അതേസമയം മനോഹർ ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മരിയ പറയണ്ട്, അതെ ഞാനേ നാളത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടാ അമേരിക്കയിൽ പോകാനായിട്ട്. നാളെയോ? അതെ, നാളെ തന്നെ പോവാം. പക്ഷെ നിന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യോ? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ലേടാ? അതെ, നീ ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ ഡോക്ടറോടും നേഴ്സിനോടും രഹസ്യമായിട്ട് പോയി സംസാരിക്കുക, റിസപ്ഷനിൽ പോയി സംസാരിക്കുക, എന്നെ ഇവിടെ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാവോന്ന്. അങ്ങനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ അമേരിക്കയിൽ പോവാലോ. അപ്പൊ അവര് ചോദിക്കുമായിരിക്കും എന്തിനാണ് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവണേന്ന്. അപ്പൊ നീ പറയണം, ഇവിടത്തെ കാളും നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി പുറത്തു പോണെന്ന് പറഞ്ഞാൽ മതി. അത് കൊള്ളാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ എത്രയും പെട്ടെന്ന് ഒന്ന് സംസാരിക്കുക എന്ന് പറയാണ്. ശരിയടാ, ഞാൻ സംസാരിച്ചോളാം എന്ന് മരിയ പറയാണ്. ശേഷം അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മരിയ കിരണിനെയും കല്യാണിനെയും ഫോൺ വിളിക്കാട്ടോ. ഹലോ, ഞാനാ. പറഞ്ഞോളൂ മരിയ എന്ന് കിരൺ പറയുമ്പോ, അതെ അവൻ ഭയങ്കര സന്തോഷത്തില. നാളെ അമേരിക്കയിൽ പോകുന്ന ഞാൻ പറഞ്ഞിരിക്കണത്. കൊള്ളാം. എന്തായാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ കല്യാണി അച്ഛനും കൂടി അവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവരെ കാണുമ്പോ അവൻ പരക്കമ്പായിന് ഓടുന്നത് നിനക്ക് കണ്ണുകൊണ്ട് കാണാം. എനിക്ക് കാണണം. അത് മാത്രല്ല, നാളെ ഞാനും അവൻ ചതിച്ച 2-3 പെൺകുട്ടികളുണ്ടല്ലോ, ഞങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് അവൻ ഇടിച്ച് കലക്കാൻ പോണ ദിവസമാണ് കിരണേ. അതെ, ആ അവസരം ഞാൻ ഉണ്ടാക്കി തരാം. നിന്നെപ്പോലെ ചതിക്കപ്പെട്ട ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതിൽ നമ്മുടെ ഈ ലൊക്കേഷനുള്ള പെൺപിണ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്. സരിയോക്കും വരണോന്നൊക്കെ ഉണ്ട്. പക്ഷെ അവൾ ഈ അവസരം അവള് വരുന്നില്ല. എന്നാലും അവൾക്കും നല്ല മാറ്റമുണ്ട് ഇപ്പൊ സ്വഭാവത്തില്. അവളുടെ സ്വഭാവം മാറാൻ മനോഹർ വേണ്ടി വന്ന അവസാനം എന്നൊക്കെ കിരണും പറയാണ്. ശരി, എങ്കിൽ ഞാൻ ഫോൺ വെക്കട്ടെ. ഇനിയിപ്പോ അവൻ സംശയിക്കും ആരെങ്കിലും വിളിക്കുന്നുണ്ടോന്ന്. അതുകൊണ്ട് ഞാൻ റിസപ്ഷനിൽ പോയി സംസാരിച്ചെന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് പോവാം. ശരി, റിസപ്ഷനിൽ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് കിരണും പറയാണ്. അങ്ങനെ മരിയ തിരിച്ച് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് മനോഹറിന്റെ
റൂമിലേക്ക് വരും കേട്ടോ. എന്തായി, റിസപ്ഷനിൽ പോയി സംസാരിച്ചോ? ഇന്നലെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ആ പറ്റോടാ, ഞാൻ പറഞ്ഞപ്പോ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞു. നമുക്ക് ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ആക്കാം, ഞാൻ ബില്ലൊക്കെ അടച്ചോളാം, പേയ്മെന്റ് ചെയ്തോളാം, 1 മണിക്കൂർ തന്നെ നമുക്ക് ഡിസ്ചാർജ് ആവാം എന്ന് പറയാണ്. മനോഹറിന് സന്തോഷാവാട്ടോ. അങ്ങനെ മനോഹർ വീണ്ടും സ്വപ്നം കാണാണ്, അമേരിക്ക എന്ന് പറഞ്ഞ സ്വപ്നം കേട്ടോ. അങ്ങനെ മരിയ പറയണ്ട, എന്നാ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് കല്യാണി കാർത്തികൻ കൂടി കൂടിയിട്ട് നമ്മുടെ പ്രകാശിന്റെ വീട്ടിലേക്ക് പോവാട്ടോ. പ്രകാശിന്റെ സന്തോഷമാവാണ്, എന്റെ മക്കള് വന്നല്ലോ, വാ ഇരിക്കെന്ന് പറയാണ്. മക്കൾക്ക് ഞാൻ ചായയോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട അച്ഛാ, ഞങ്ങൾ അത്യാവശ്യമായിട്ട് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നതാ. ഹോസ്പിറ്റലോ? അതിന് അച്ഛന് കുഴപ്പമൊന്നുമില്ല മക്കളെ എന്ന് പറയുമ്പോ കല്യാണി പറയുന്നുണ്ട്, ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? അച്ഛന്റെ കാലിന് കുഴപ്പമുണ്ട്, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അച്ഛന്റെ കാല് കുറച്ചുകൂടി ശരിയാവാനുണ്ട്. ഞാൻ അച്ഛനോട് പറഞ്ഞില്ല സ്റ്റീൽ ഇടുന്ന കാര്യം, ഡോക്ടർ ഇന്ന് ചെക്കപ്പിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കാലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ പോയിട്ട് 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആയിട്ട് ആ ഡോക്ടർ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യും, കാലിൽ സ്റ്റീൽ ഇടും. പിന്നെ അച്ഛൻ ഞങ്ങളെ പോലെയൊക്കെ നടക്കാൻ സാധിക്കും. പിന്നെ ഒരു കുറെ നാൾ കഴിയുമ്പോൾ ആ സ്റ്റീൽ മാറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല അച്ഛാ, എല്ലാം ശരിയാവും എന്ന് പറയുമ്പോൾ, എന്തിനാ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഒട്ടും തന്നെ ഇല്ലേ എന്ന് കാർത്തിക എടുത്ത് ചോദിക്കുമ്പോ കാർത്തിക പറയണ്ടേ, ഞങ്ങൾക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഓണത്തിന് അച്ഛനെ കൂടിയിരുത്തി ഭക്ഷണം കഴിക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കല്യാണി പറയണ്ട, അച്ഛാ ഇനി താമസിക്കല്ലേ, എത്രയും പെട്ടെന്ന് ഡ്രസ്സ് ഇട്ട് വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകണം, 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് ടൈം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി കാർത്തികൻ കൂടിയിട്ട് പ്രകാശിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോകുവാട്ടോ. ആ സമയം തന്നെയാണ് മനോഹറും അതുപോലെ തന്നെ നമ്മുടെ മരിയയും കൂടി അവിടെ ഡിസ്ചാർജ് ആയിട്ട് പോണ ഭാഗം. അതാണ് ഇന്നലത്തെ പ്രൊമോയിൽ കാണിച്ചത്. അങ്ങനെ മനോഹറും അതുപോലെ തന്നെ മരിയയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് കല്യാണിയും കാർത്തികയും അതുപോലെ തന്നെ പ്രകാശനും കൂടി ഹോസ്പിറ്റലിലേക്ക് കയറുന്നത്. കല്യാണിനെ കാണുന്നതും മനോഹർ ഒരു ഒറ്റ ഓട്ടോ ആട്ടോ. അത് കാണുമ്പോ പ്രകാശനൊക്കെ ചിരി വരുന്നുണ്ട്. എന്താ മോളെ, അവൻ പുതിയതായിട്ട് കല്യാണം കഴിച്ച പെൺകുട്ടിയാണോ അത്? അതേ അച്ഛാ, അതൊക്കെ വലിയ കഥയാണ്, ഞാൻ പിന്നീട് അച്ഛനോട് പറയാട്ടോ. ഇതിപ്പോ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് വരാമെന്ന് പറയാണ്. മനോഹർ പിന്നാമ്പുറത്തോട്ട് പോയിട്ട് എവിടെയോ പോയി വിളിച്ചോട്ടോ. മരിയക്കും ചിരി വരാണ്. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് പ്രകാശിനെ കിടത്തുവാണ്, ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് കിടത്തുന്നുണ്ട്. ആ സമയത്ത് പ്രകാശൻ നമ്മുടെ കല്യാണി അടുത്ത് പറയണ്ട, അങ്ങനെ ദുഷ്ടന്മാരൊക്കെ ജയിലിലായല്ലേ, ഇനി മനോഹർ കൂടി ജയിലിലായാൽ മതി അല്ലേ മോളെ എന്ന് കല്യാണി അടുത്ത് പറയുമ്പോ കല്യാണി പറയണ്ട, അവനും ഉടനെ ജയിലിലാവോച്ചാ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നാളെ മിക്കവാറും അവൻ ജയിലിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി പോകുക. ഞാനും അതുപോലെ തന്നെ കിരണേട്ടനും, പിന്നെ അവൻ ചതിച്ച കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, സരയും അതിലൊരുത്തിയാണ്. സരയു പ്രാന്താശുപത്രിയിലാണ്, അച്ഛൻ അറിഞ്ഞല്ലോ. ഓണത്തിന് വന്നപ്പോ മോള് പറഞ്ഞത് കേട്ടു, അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട് അച്ഛാ, അവളുടെ സ്വഭാവത്തിലും ചെറിയ മാറ്റമൊക്കെ കാണുന്നുണ്ട്. എന്നാലും അവൾ ഒരുപാട് വിശ്വസിക്കേണ്ട മോളെ. നിങ്ങൾ എന്നെ അതായത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ, അതുപോലെ തന്നെ അവളെ അസുഖം മാറിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്കൊന്നും കേട്ടരുത് കേട്ടോ. എനിക്ക് അവളെയാണ് ഏറ്റവും പേടി, വിക്രത്തിനേക്കാളും പേടി എനിക്ക് അവളെയാണ്. അറിയാലോ, രാഹുലിന്റെ തനി രൂപമാണ് അവള്, ഒരു പെണ്ണാണെന്ന് വിചാരിക്കണ്ട. അവൾക്ക് അത്ര വൈരാഗ്യ ബുദ്ധിയാണ്. അത് മാത്രമല്ല മറ്റുള്ളവരെ കൊല്ലാൻ ഒരു മടിയില്ലാത്തതാണ്. അതുകൊണ്ട് അവളെ പെട്ടെന്നൊന്നും അടുപ്പിക്കണ്ട കേട്ടോ എന്നൊക്കെ കല്യാണത്തിൽ പറയാണ്. എനിക്ക് അത്ര പേടിയുണ്ട് മോളെ നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട്, അവളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പേടിയാണെന്നൊക്കെ പറയുമ്പോ കല്യാണി പറയണ്ട, അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, ഒരു കുഴപ്പമില്ല അച്ഛാ. ഇപ്പൊ ഡോക്ടർ വരും, സ്റ്റീൽ ഇടുന്ന കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത അച്ഛനെ ചിലപ്പോൾ ഡേറ്റ് തരുമായിരിക്കും, അങ്ങനെ അച്ഛന്റെ കാല് ശരിയാക്കാം എന്നൊക്കെ പറയാണ്. പ്രകാശനും സന്തോഷമാവുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് നല്ല അടിപൊളി ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.